ഇന്ന് സിലോപ്പി വാങ്ങിച്ചു. അപ്പോൾ അതാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ചതമ്പൽ കളയാൻ വേണ്ടിയിട്ട് മീൻ കല്ലിലിട്ട് ഞാൻ നന്നായിട്ട് ഉരച്ചെടുക്കുകയാണ്. രണ്ട് സൈഡ് നന്നായിട്ട് ഉരച്ച് കല്ലിലിട്ട് നന്നായിട്ട് ഉരച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചതമ്പലും പോവും. പിന്നെ ഒരു കറുത്ത പാട പോലെയുള്ള ഇതൊക്കെ പോയി നല്ല വൃത്തിയാവും. എന്നിട്ട് കല്ലുപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകിയാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മീൻ അലിന്ന് മുഴുവൻ വെള്ളത്തിൽ കൂടെ അതിൻ്റെ ദശയൊക്കെ പോകും. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നല്ല എളുപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ട് ആദ്യം തന്നെ വരഞ്ഞെടുത്തു. എന്നിട്ട് ആ വരഞ്ഞ് വെച്ച അതിലൂടെയാണ് കട്ട് ചെയ്തെടുത്തത്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഒരു കളർ വെള്ളം ഉണ്ടാകും. അത് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ചെറുതായിട്ട് അധികം ഇളക്കാതെ ഒന്നും കൂടി കഴുകി. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ മീനും കട്ട് ചെയ്ത് വീണ്ടും ഒന്നും കൂടി കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചു. ഇനി കുറച്ച് മീനെടുത്തിട്ട് കറി വയ്ക്കാനും പിന്നെ വറുക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് രണ്ടിനും വേണ്ടി മാറ്റി വെച്ചു. ഇനി വറുക്കാനെടുത്ത് വെച്ച മീനിൽ മുളകൊക്കെ തിരുമ്മി വെക്കണം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ എണ്ണയിലിട്ട് ചൂടാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ടത് ചൂടായി വന്നു കഴിയുമ്പോൾ വറുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മീനിലേക്ക് സിലോപ്പിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് മൂപ്പിച്ചെടുത്ത മുളകും ഉപ്പും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ വറുക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് അതിനകത്തേക്ക് പൊടിയൊക്കെ പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് മീൻകറി ഉണ്ടാക്കണം. മീൻകറി ഉണ്ടാക്കാനായിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഒക്കെ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇഞ്ചി എടുത്തിട്ടില്ല. അപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കണം. മുളക് അടുപ്പത്തേക്ക് ഇടുമ്പോൾ അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് ചുമ്മാ ഇടരുത്. അത് ഒന്ന് മുറിച്ചിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ മുളക് പൊട്ടിത്തെറിക്കും. ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ വാടി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടി ചൂടായി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. വെള്ളം കറിക്ക് പോലെ ഇരിക്കില്ല. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഞാനതൊരു ചട്ടിയിലേക്ക് ഒഴിച്ച് അടപ്പത്താണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുപ്പിൽ തീയൊക്കെ കത്തിപ്പിടിപ്പിച്ച് മീൻകറി ചട്ടിയിൽ അടപ്പത്ത് വയ്ക്കുകയാണ്. നമ്മൾ ചേർത്ത് വെച്ച മുളക് ആ ചാറൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് അത് പയ്യെ ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കുടംപുളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് കുടംപുളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മീൻ അടപ്പത്തിരുന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് മുളക് തിരുമ്മി വെച്ചിരിക്കുന്ന വറുക്കാനെടുത്ത് വെച്ചിരിക്കുന്ന മീൻ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എണ്ണ അടപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ മുളകൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന മീൻ അടപ്പത്തിട്ട് വറുത്തെടുക്കാം. വറുക്കുമ്പോൾ രണ്ടല്ലി കറിവേപ്പിലയും കൂടി ചേർക്കുകയാണെങ്കിൽ മീൻ മറിച്ചെടുക്കുമ്പോൾ അടിക്ക് പിടിക്കാതെ നല്ല എളുപ്പത്തിൽ കിട്ടും. ആദ്യം എണ്ണ ചേർത്താണല്ലോ മിക്സ് ചെയ്ത് വെച്ചത്, അതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കില്ല. മീൻ വറുത്തതിന് ശേഷം നമ്മൾ അടപ്പത്ത് വെച്ചിരിക്കുന്ന കറിയിലേക്ക് ലേശം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി തിളയ്ക്കണ്ട, പയ്യെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ വാങ്ങി വയ്ക്കാം. ഇപ്പോൾ സിലോപ്പി കറി വെച്ചതും വറുത്തതും റെഡിയായി.